ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും അഡ്വക്കേറ്റ് അഞ്ജലിയുടെ ഏറ്റവും പുതിയ എപ്പിസോഡ് വന്നിട്ടുണ്ട്. അതിൻ്റെ റിവ്യൂലേക്ക് സ്വാഗതം കേട്ടോ. വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ചില കാര്യങ്ങളാണ് ഇന്നത്തെ എപ്പിസോഡിൽ സംഭവിച്ചിട്ടുള്ളത്. നമ്മൾ എല്ലാവരും പ്രതീക്ഷിക്കുന്നത് പത്മയുടെ മരണത്തിന് കാരണം കാർത്തിക്കിൻ്റെ അല്ലെങ്കിൽ കുറുപ്പിൻ്റെ ഗുണ്ടകളാണ് എന്നുള്ളതാണ്. പക്ഷേ ഇതൊന്നുമല്ല, അതിന് കാരണക്കാരി അനുപമയാണ് എന്നൊരു സത്യത്തിലേക്കാണ് ഇന്നത്തെ എപ്പിസോഡ് വിരൽ ചൂണ്ടുന്നത് കേട്ടോ. ഒട്ടും പ്രതീക്ഷിക്കാത്ത സംഭവങ്ങളാണ് ഇന്ന് എപ്പിസോഡിൽ സംഭവിച്ചിട്ടുള്ളത് കേട്ടോ. എന്താണെങ്കിലും അതിൻ്റെ റിവ്യൂയിലേക്കും കാര്യങ്ങളിലേക്കും നമുക്ക് പോകാം. ഇന്നത്തെ എപ്പിസോഡ് തുടങ്ങുന്നത് നമ്മുടെ അഞ്ജലി അച്ഛനെ ഡ്രോപ്പ് ചെയ്തിട്ട് അമ്പാടിയെ കാണാനായിട്ട് പോകാൻ തുടങ്ങിയാണ്. കാരണം അമ്പാടിയെ ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്തിട്ടുണ്ട് ജനറൽ ഹോസ്പിറ്റലിലേക്ക്. അങ്ങനെ പോകാനായിട്ട് തുടങ്ങുന്ന സമയത്ത് തന്നെ നമ്മുടെ അർജുൻ ജീപ്പിൽ പാഞ്ഞെത്തുകയാണ്. പുറത്തേക്ക് അർജുൻ ഇറങ്ങി വരും. അർജുനെ കണ്ടതോട് കൂടിയിട്ട് അതുവരെ ഉള്ളിൽ ഇങ്ങനെ വിങ്ങി പൊട്ടി നിന്നിരുന്ന ആ സങ്കടങ്ങൾ നമ്മുടെ അഞ്ജലിയിൽ നിന്ന് പുറത്തേക്ക് വരികയാണ്. രാജീവ് എന്ന് പറഞ്ഞിട്ട് കരയാണ് അഞ്ജലി. രാജീവ് നമ്മുടെ പത്മ അമ്പാടി. അപ്പോൾ നമ്മുടെ അർജുൻ പറയുകയാണ്, അഞ്ജലി ഞാൻ എല്ലാം അറിഞ്ഞു, എനിക്ക് വരാൻ പറ്റാത്ത സാഹചര്യത്തിലായിരുന്നു, എന്നോട് ക്ഷമിക്കുക അഞ്ജലി, എനിക്ക് വരാൻ പറ്റില്ലായിരുന്നു, ആ ഒരു സമയത്ത് എനിക്ക് കൃത്യമായിട്ട് എത്തിച്ചേരാൻ പറ്റിയില്ല. ഇത് കേൾക്കുന്നതിന് അഞ്ജലി പറയും, എല്ലാം എൻ്റെ തെറ്റാണ് രാജീവ്, ഞാനാണ് അവളെ ഒരുപാട് ദൂരേക്ക് പറഞ്ഞയച്ചത്. എൻ്റെ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ ഒന്നും സംഭവിക്കില്ലായിരുന്നു. രാജീവോ ഞാനോ ചെന്നിരുന്നുവെങ്കിൽ ഒരിക്കലും അവൾക്ക് ഈ ഗതി വരികയില്ലായിരുന്നു. എന്തായാലും എല്ലാം എൻ്റെ തെറ്റാണ് രാജീവ്. അർജുനപ്പോൾ പറയും, അഞ്ജലി കരയാതിരിക്കുക, ഇങ്ങനെ നീ വിഷമിക്കല്ലേ, ഇങ്ങനെ വിഷമിച്ചിരുന്നു കഴിഞ്ഞാൽ എൻ്റെ കൂടെ ടെമ്പർ തെറ്റി പോവുകയാണ്. ഒരു വിധത്തിലാണ് ഞാനൊന്ന് പിടിച്ച് നിൽക്കുന്നത് അഞ്ജലി, നീ വിഷമിക്കാതിരിക്കുക, നമുക്കിതിനെ നേരിടാം, നീ വിഷമിക്കാതിരിക്കുക അഞ്ജലി. ഇങ്ങനെയൊക്കെ നമ്മുടെ രാജീവും പറയും. അതിനുശേഷം അഞ്ജലിയോട് രാജീവ് പറയും, നമ്മുടെ അർജുൻ പറയും, നമുക്ക് അമ്പാടിയെ കാണാനായിട്ട് പോകാം. അഞ്ജലി ഓൾറെഡി അതിന് മുമ്പ് പറഞ്ഞിരുന്നു, എനിക്ക് അമ്പാടിയെ കാണണം, അതിനുവേണ്ടി ഞാൻ പോകാൻ തുടങ്ങിയായിരുന്നു. അപ്പോൾ നമ്മുടെ അർജുൻ പറയും, നമുക്ക് ഒരുമിച്ച് പോകാം, ഞാൻ സ്കൂട്ടർ സൈഡിലേക്ക് ഒതുക്കിയൊക്കെ നമുക്ക് പോയി നോക്കാമെന്ന് പറയും. അങ്ങനെ നമ്മുടെ അർജുനും അഞ്ജലിയും കൂടെ അമ്പാടിയെ കാണാനായിട്ട് പോവുകയാണ്. പിന്നീട് നമ്മൾ കാണുന്ന സീന് എന്ന് പറയുന്നത് രാഘവനുണിയും കുറുപ്പും കൂടി ഈ പത്മ കൊല്ലപ്പെട്ടതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെപ്പറ്റി സംസാരിക്കുകയാണ്. കുറുപ്പ് രാഘവനുണിയോട് പറയുകയാണ്, താൻ എന്ത് പരിപാടിയാണ് ഈ പറയുന്നത്, താൻ എന്താ ഒരുമാതിരി കുറ്റവാളിയെ പോലെ എന്നെ ചോദ്യം ചെയ്യുന്നത്, പത്മയെ കൊന്നത് ഞാനല്ല, പിന്നെ എന്തിനാണ് ഞാനാണ് കൊന്നത് എന്ന രീതിയിലൊക്കെ താൻ സംസാരിക്കുന്നത്, തൻ്റെ ഒരു രണ്ടാമത്തെ ഓപ്ഷൻ ബി എന്ന നിലയ്ക്ക് താനായിരിക്കും അത് ചെയ്ത് കളഞ്ഞത് എന്ന് വിശ്വസിച്ചാൽ ഞാൻ ഇങ്ങോട്ട് വന്നത്, അപ്പോൾ താൻ എന്നെ തൃശ്ശൂരത്തിൽ കയറ്റാനായിട്ട് നോക്കുകയാണോ, ഇങ്ങനെ കുറിപ്പ് രാഘവനുണ്ണിയോട് പറയുകയാണ്. അപ്പോൾ രാഘവനുണ്ണി പറയും, താനല്ലെങ്കിൽ പിന്നെ ഇതാരാണ് ചെയ്തത്, തന്നെ ശൂലത്തിൽ കയറ്റാനൊന്നും അല്ല, ഈ കേസിൽ നമുക്കറിയാം ഒരുപാട് പ്രശ്നങ്ങൾ നമുക്ക് വന്നിട്ടുണ്ട്, പത്മയെ കൊല്ലാനൊന്നും തന്നോട് ഞാൻ പറഞ്ഞിട്ടില്ല, താൻ തന്നെയാണല്ലോ അന്ന് പറഞ്ഞത് അവളെ കൊല്ലാൻ വേണ്ടി ഗുണ്ടകളെ വിട്ടിട്ടുണ്ട് എന്നൊക്കെ, അതുകൊണ്ടാണ് ഞാനിത് ചോദിച്ചത്. അപ്പോൾ കുറിപ്പ് പറയും, ഞാനല്ല, എൻ്റെ ഗുണ്ടകളൊന്നുമില്ല, ആ ഉണ്ണാക്കന്മാരെ കൊണ്ടൊരു ഗുണവുമില്ല, അവന്മാരുടെ കയ്യിൽ നിന്നൊക്കെ അവൾ രക്ഷപ്പെട്ടു പോയി, കാർത്തിക്കിൻ്റെ കൂട്ടുകാർ ഇവിടെ ഉണ്ടായിരുന്നു, ഞങ്ങൾ രണ്ടുപേരുമല്ല ഇത് ചെയ്തിരിക്കുന്നത്, താൻ ചെയ്തതാണെന്ന് വിചാരിച്ചാൽ ഞങ്ങൾ ഇത്ര ദിവസം, ഞാൻ ഈ ഒരു ദിവസം കഴിഞ്ഞത് താൻ ചെയ്തു എന്ന് വിചാരിച്ചിട്ടാണ്, ഇതെന്താ സംഭവിച്ച്, ആരാണ് അവളെ കൊന്നത്, നമ്മളല്ലെങ്കിൽ പിന്നെ ഇത് ആരാണ് പത്മയെ കൊന്നു കളഞ്ഞത്. രാഘവനുണ്ണിക്കും ആകെ കൺഫ്യൂസ്ഡ് ആണ്. പുള്ളിയും ചിന്തിക്കുന്നത് ഇങ്ങനെയാണ്, കുറുപ്പും ചെയ്തിട്ടില്ല, കാർത്തികിൻ്റെ കൂട്ടുകാരും ഇത് ചെയ്തിട്ടില്ല, പിന്നെ ആരാണ് പത്മയെ കൊന്നത്, അതിൻ്റെ ആവശ്യം ആർക്കാണ്, ഇതാണ് അവർ രണ്ടുപേരും ഇങ്ങനെ ചിന്തിക്കുകയാണ്. രാഘവനുണ്ണി വേറൊരു കാര്യം കൂടി കുറുപ്പിനോട് പറയുകയാണ്, എടോ തന്നോട് പറയാത്ത ഒരു സംഭവം കൂടി നടന്നിട്ടുണ്ട്, ഇന്നലെ ആണ് ഞാൻ ആ സത്യം തിരിച്ചറിയുന്നത്, ഈ അഡ്വക്കേറ്റ് അഞ്ജലി നമ്മുടെ വലിയൊരു ശത്രുവിൻ്റെ മകളാണോ, അഡ്വക്കേറ്റ് ശിവരാമകൃഷ്ണൻ്റെ മകളാണ്, താൻ അയാളെ മറന്നു പോയിട്ടുണ്ടാവും, പണ്ട് ആ ഉരുട്ടിക്കൊലക്കേസിലൊക്കെ മറ്റേ പോലീസുകാരൻ ജയിലിൽ പോയതൊക്കെ താൻ ഓർക്കുന്നുണ്ടോ, അതിലുണ്ടായിരുന്ന ആ ശിവരാമകൃഷ്ണനാണോ അയാളുടെ മകളാണോ അഡ്വക്കേറ്റ് അഞ്ജലി. കുറിപ്പ് ഇന്ന് കുറേ ആലോചിച്ച് നോക്കുമ്പോൾ പഴയ കാര്യങ്ങളൊക്കെ ഓർമ്മ വരും. അപ്പോൾ കുറിപ്പ് പറയും, ഓ മൈ ഗോഡ്, ഈ ശിവരാമകൃഷ്ണൻ്റെ മകളാണോ അഡ്വക്കേറ്റ് അഞ്ജലി, വെറുതെ അല്ല അവൾക്ക് നമ്മളോട് ഇത്രയധികം ദേഷ്യം, നമ്മൾ ഇത്രയധികം ടാർഗറ്റ് ചെയ്യുന്നത് അതുകൊണ്ടാണല്ലേ, ഇങ്ങനെയൊരു പൊല്ലാപ്പ് ഇതിന് പിന്നിൽ കിടപ്പുണ്ടെന്ന് ഞാൻ അറിഞ്ഞതേ ഇല്ല കേട്ടോ. അപ്പം ഇങ്ങനെയൊക്കെ പറഞ്ഞ് അവർ ടോക്ക് ചെയ്തുകൊണ്ട് നിൽക്കുന്ന സമയത്ത് അനുപമ വന്നിറങ്ങിയാണ്. അനുപമ വളരെ തുള്ളിച്ചാടി വളരെ സന്തോഷത്തോട് കൂടിയിട്ടാണ് നമ്മുടെ രാഘവനുണ്ണിയുടെ അടുത്തേക്ക് വരുന്നത്. അപ്പോൾ തന്നെ ആദ്യം കാണുന്ന സീനെന്ന് പറയുന്നത് ഒട്ടും പ്രതീക്ഷിക്കാത്ത അനുപമയുടെ കർണക്കുറ്റി നോക്കിയിട്ട് ഒറ്റ അടിയും വെച്ച് കൊടുക്കും കേട്ടോ. അപ്പോൾ ഇത് കണ്ട് കുറിപ്പ് ഞെട്ടിപ്പോവും, എന്താ ഇത് സംഭവിച്ചതെന്ന് വിചാരിച്ചു. എന്നിട്ട് പൊട്ടിത്തെറിക്കുകയാണ് രാഘവനുണ്ണി അനുപമയോട്, നീ
അഡ്വക്കേറ്റ് ശിവരാമകൃഷ്ണൻ്റെ മകളാണല്ലേടി, നീ ഇത്രയും കാലം നീ എന്നെ ചതിക്കുകയായിരുന്നു. നീ അഞ്ജലിയുടെ ചേച്ചി ശിവരാമകൃഷ്ണൻ്റെ മകളാണ്, നീ എന്നെ ചതിക്കുകയായിരുന്നു. നീ എൻ്റെ തോളിലിരുന്ന് നീ എന്നെ കടിച്ച് തിന്നുകയായിരുന്നു അല്ലേടി. അനുപമ ആ അടി കിട്ടിയ ഷോക്കിൽ നിൽക്കുകയാണ്. എന്ത് പറയണം ചെയ്യണം എന്നൊന്നും അറിയില്ല, അങ്ങ് ആകെ ഷോക്കഡായി നിൽക്കുകയാണ്. കുറുപ്പ് ആകെ ഞെട്ടി നിൽക്കുകയാണ്. കുറുപ്പ് അപ്പോൾ അനുപമയോട് പറയും, മോളെ നീ വിഷമിക്കണ്ട, ശിവരാമകൃഷ്ണൻ്റെ മകളാണ് നീ എന്ന് അറിഞ്ഞപ്പോൾ അവൾ തന്നെ അടിച്ചത്, താൻ വിഷമിക്കാതിരിക്കുക. എന്നിട്ട് കുറുപ്പ് രാഘവനോട് പറയും, എടാ താൻ എന്ത് പണിയാടോ കാട്ടുന്നത്, അവൾ ശിവരാമകൃഷ്ണൻ്റെ മകളാണ് എന്നുള്ളതൊക്കെ സത്യം തന്നെ, പക്ഷേ നമുക്ക് വേണ്ടി എന്തൊക്കെ ചെയ്തിട്ടുണ്ടോ, ഹാർഡ് ഡിസ്ക് കൊണ്ടെത്തുന്നു, അങ്ങനെ പല കാര്യങ്ങൾ. അർജുൻ കാവ്യ വിവാഹത്തിന് വേണ്ടി എന്തൊക്കെ അവൾ ചെയ്തു, താൻ ഇതൊക്കെ മറന്നിട്ടാണ് ഇവളിങ്ങനെ ചെയ്യുന്നത്. ഇങ്ങനെയൊക്കെ കുറിപ്പ് ചോദിക്കുമ്പോൾ ഒന്നടങ്ങി നിൽക്കുകയാണ് കേട്ടോ. രാഘവനുണ്ണി ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് തിരിഞ്ഞ് നിൽക്കണം. രാഘവനുണ്ണി ഇങ്ങനെ തിരിഞ്ഞു നിൽക്കുന്ന സമയത്ത് അനുപമ ഇങ്ങനെ പുറകിൽ വന്നിട്ട് പറയുകയാണ്, അങ്കിൾ ഞാൻ ശിവരാമകൃഷ്ണൻ്റെ മകളായിരുന്നു എന്നുള്ള സത്യം തന്നെയാണ്, പക്ഷേ ആ ഒരു ബന്ധം ഞാൻ അവിടെ അറുത്തു മാറ്റിയിട്ടാണ് ഇങ്ങോട്ട് വന്നിട്ടുള്ളത്. ഞാനിപ്പോൾ ശംഖചക്രത്തിൻ്റെ മരുമകളാണ്, എല്ലാം ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ചെയ്തത്. നിങ്ങൾക്കറിയാലോ ഈ കാർത്തിക് പത്മ കേസിലെല്ലാം ഞാൻ ചെയ്തു എന്നുള്ളത്. ഇത് കേൾക്കുമ്പോഴത്തേനും രാഘവനുണ്ണി ഇങ്ങനെ ഒന്ന് മിണ്ടാതെ നിൽക്കുകയാണ്. പുള്ളി ഒന്ന് കാമായിട്ടുണ്ട്. ഈ ഒരു സമയത്ത് കുറിപ്പ് പറയാണ്, എടി കാർത്തിക് പത്മ കേസൊന്നും ഇനി ഇല്ല, അവൾ പോയി, പത്മ മരിച്ചുപോയി. ഇത് കേൾക്കുമ്പോഴത്തേനും അനുപമയാകെ ഷോക്കഡായി നിൽക്കുകയാണ്. പത്മ മരിച്ചു പോയോ, എങ്ങനെ മരിച്ചു, ഇത് എപ്പോൾ സംഭവിച്ചു, എങ്ങനെ സംഭവിച്ചു? അപ്പോൾ കുറിപ്പ് പറയാണ്, ഇത് തന്നെയാണ് ഞങ്ങൾക്കും അറിയാത്തത്, ഞാൻ ചെയ്തിട്ടില്ല, കാർത്തിക്കും ചെയ്തിട്ടില്ല, പിന്നെ ഇത് ആരാണ് ചെയ്തതെന്നാണ് ഞങ്ങളെല്ലാവരും ആലോചിക്കുന്നത്. ഏറ്റവും അവസാനം ആ ഒരു സമയത്ത് അവസാനം ഒരു ചോദ്യം അനുപമയോട് ചോദിക്കുകയാണ്. അതാണ് നമുക്ക് ചില സംശയങ്ങൾ ഉണ്ടാക്കുന്നത് കേട്ടോ. അനുപമയോട് ഈ കുറിപ്പ് ചോദിക്കുകയാണ്, എന്നാലൊരു ചോദ്യം നിന്നോട് ഒരു കടുപ്പത്തിൽ ചോദിക്കട്ടെ, സത്യം പറ, പത്മയെ കൊന്നുകളഞ്ഞത് നീ അല്ലേ? ഇത് കേൾക്കുമ്പോഴത്തേനും ഒന്നും പറയാതെ ഞെട്ടി നിൽക്കുകയാണ് അനുപമ. പക്ഷേ ഒന്നും പറയുന്നുമില്ല, അല്ലാന്നും പറയുന്നില്ല, ആണെന്നും പറയുന്നില്ല. ഇങ്ങനൊരു സീൻ മാത്രമാണ് അപ്പോൾ കാണുന്നത്. അതാണ് നമുക്ക് ചില സംശയങ്ങൾ. ഇനി ഒരു പക്ഷേ കുറിപ്പല്ല ഇത് ചെയ്തത്, കാർത്തിക് അല്ല ഇത് ചെയ്തത്. അങ്ങനെയാണെങ്കിൽ പിന്നെ ചാൻസ് ഉള്ളത് ഓൾറെഡി രാഘവനും അല്ല എന്നുള്ള കാര്യം നമുക്കറിയാം. അങ്ങനെയാണെങ്കിൽ ചാൻസ് ഉള്ളത് അനുപമ മാത്രമാണ്. അതാണ് നമുക്ക് ചില സംശയങ്ങൾ ഉണ്ടാകുന്നത്. എന്താണെങ്കിലും ഇങ്ങനെ ഒരു സീന് കാട്ടുന്നു. അതിനുശേഷം നമുക്ക് അനുപമയുടെ മറുപടി ഇതുവരെ കിട്ടിയിട്ടില്ല. ഇന്നത്തെ എപ്പിസോഡിൻ്റെ ഏറ്റവും അവസാന ഭാഗങ്ങളിൽ നമ്മൾ കാണുന്നത് നമ്മുടെ അഞ്ജലിയും അർജുനും കൂടി അമ്പാടിയെ കാണുവാൻ വേണ്ടിയിട്ട് ഹോസ്പിറ്റലിൽ എത്തിയിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അവിടെ വെച്ച് അവർ റിസപ്ഷനിൽ പോയി അമ്പാടി എവിടെ എന്നൊരു സംഭവമൊക്കെ അന്വേഷിക്കും. അത് കഴിഞ്ഞിട്ട് അവിടെ ചെന്ന് ICUയുടെ ഫ്രണ്ടിൽ ചെന്നിട്ട് അന്വേഷിക്കുന്ന സമയത്ത് നേഴ്സ് പറയും, CI സാറിൻ്റെ അനുവാദം ഇല്ലാതെ പറ്റത്തില്ല കയറി കാണുവാനായിട്ട്, പുള്ളി ഇപ്പം തന്നെ വരും, അപ്പോൾ അനുവാദം ചോദിച്ചിട്ട് കയറിക്കുമെന്ന് പറയും. അങ്ങനെ അവരോട് വെയിറ്റ് ചെയ്യണം. അപ്പോൾ നന്ദകുമാർ സാറ് വരികയാണ്, CI നന്ദകുമാർ വരികയാണ്. അപ്പോൾ CI നന്ദകുമാരെ കാണുമ്പോൾ തന്നെ നമ്മുടെ അഞ്ജലി എന്ന് പറയുകയാണ്, സാർ ഞാൻ അഞ്ജലി, അഡ്വക്കേറ്റ് അഞ്ജലി, ഈ പത്മ കേസുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നോക്കുന്നത് ഞാനാണ്. അപ്പോൾ നന്ദകുമാർ പറയും, യെസ് എനിക്ക് മനസ്സിലായി, ജാഫർ പറഞ്ഞിരുന്നു, എന്താണെങ്കിലും നമുക്ക് അമ്പാടിയെ കയറി കാണാൻ നിങ്ങൾ വരുമെന്ന് പറയും. അങ്ങനെ അമ്പാടിയെ കാണാൻ വേണ്ടിയിട്ട് നമ്മുടെ അഞ്ജലിയും അർജുനും കൂടി CI സാറിൻ്റെ കൂടെ അകത്ത് കയറി നമ്മുടെ അമ്പാടിയുടെ രൂപം കണ്ടിട്ട് സത്യത്തിൽ അവർ ഞെട്ടിപ്പോവും കേട്ടോ. അമ്പാടിയെ പറ്റി അന്ന് ഇപ്പോൾ ഡോക്ടർ കുറച്ച് കാര്യങ്ങൾ പറയുകയാണ്. അമ്പാടി ഇപ്പോഴും മയക്കത്തിലാണ്, ഇപ്പോഴും കോൺഷ്യസ് ആയിട്ടില്ല, ഒരു മൊഴിയെടുക്കാനുള്ള ഒരു അവസ്ഥയിൽ ഇപ്പോഴും ആയിട്ടില്ല അമ്പാടി. അതുപോലെ അതിഭീകരമായ അവസ്ഥയിലാണ് അമ്പാടി ഉള്ളത്. ആള് സ്റ്റേബിൾ ആയിട്ടുണ്ട്, പക്ഷെ ഇപ്പോഴും ആ മയക്കത്തിൽ നിന്നും അതിൽ നിന്ന് തിരിച്ചെത്തിയിട്ടില്ല. ഒരു മൊഴിയെടുക്കാനോ കാര്യങ്ങൾ പറയാനോ അങ്ങനെയുള്ള ഒരു സംഭവത്തിൽ അമ്പാടി എത്തിയിട്ടില്ല കേട്ടോ. അമ്പാടിയുടെ ആ കിടപ്പ് കണ്ടിട്ട് നമ്മുടെ അഞ്ജലിക്കും അർജുനുമാണ് അങ്ങ് മനസ്സ് തകർന്നു പോകും കേട്ടോ. എത്ര ഭീകരാവസ്ഥയാണ് അത് എന്ന് കണ്ടിട്ടോ. എന്താണെങ്കിലും അതിനുശേഷം നമ്മുടെ അർജുനും അഞ്ജലിയും നമ്മുടെ CI നന്ദകുമാർ കൂടി പുറത്തിറങ്ങിയാണ്. CI നന്ദകുമാർ പുറത്തിറങ്ങി കഴിഞ്ഞിട്ട് നമ്മുടെ അഞ്ജലിയോട് പറയണം, താൻ ധൈര്യമായിട്ടിരിക്കണോ, നമുക്ക് ഈ കേസിൽ എന്താണെങ്കിലും നമുക്ക് നല്ല രീതിയിൽ മുമ്പോട്ട് കൊണ്ടുപോകണം, തനിക്ക് എല്ലാവിധ സപ്പോർട്ടും ഞാൻ തൻ്റെ കൂടെയുണ്ട്, താൻ ധൈര്യമായിട്ടിരിക്കുക. അമ്പാടിക്കും പത്മയ്ക്കും ഈ ഗതി വരുത്തിയവരെ നമ്മൾ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരും. ഈ യൂണിഫോമിൻ്റെ വില എന്തെന്ന് നമ്മളെല്ലാവരെയും അറിയിക്കും, താൻ ധൈര്യമായിട്ടിരിക്കുക എന്ന് പറയും. ഇത് കേൾക്കുമ്പോഴത്തേനും നമ്മുടെ അഞ്ജലിക്ക് ഒരുപാട് സന്തോഷവും ആത്മവിശ്വാസമൊക്കെ തോന്നുന്നുണ്ട്. അപ്പോൾ CI സാറിനോട് നമ്മുടെ അഞ്ജലി നന്ദി പറയും, സാർ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്, സാറ് സപ്പോർട്ട് ചെയ്യുമല്ലോ, എന്താണേലും എനിക്കിപ്പോൾ ഒരു ആത്മവിശ്വാസമൊക്കെ വരുന്നുണ്ട്, അങ്ങനെയൊക്കെ പറഞ്ഞ് നിൽക്കുകയാണ്. അതിനുശേഷം CI സാറ് പോവുകയാണ്. പക്ഷേ എങ്കിലും നമ്മുടെ അഞ്ജലിയുടെ മനസ്സങ്ങ് പോകുന്നില്ല കേട്ടോ, അങ്ങനെ നിൽക്കുകയാണ്. പക്ഷേ അഞ്ജലി ഏറ്റവും എപ്പിസോഡിൻ്റെ അവസാന ഭാഗത്ത് അതിന് തൊട്ടു മുമ്പായിട്ട് CI സാർ ഒരു കാര്യം പറയുന്നുണ്ട് പോകുന്നതിന് മുമ്പ് കേട്ടോ. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ
അഞ്ജലിയോട് പറയുകയാണ് പന്മ എവിടെയെന്ന്, അതായത് പന്മയുടെ ബോഡി എവിടെയെന്ന രീതിയിൽ നമ്മുടെ അഞ്ജലി ചോദിക്കുമ്പോൾ നമ്മുടെ CSR പറയും പന്മയുടെ ബോഡി ഇവിടെ എത്തിയിട്ടുണ്ട്, പക്ഷേ അത് പോയി കാണാതെ ഇരിക്കുന്നതായിരിക്കും നല്ലത്. അത് തുന്നിക്കെട്ടിയ നിലയിലാണുള്ളത്, അത് കണ്ടു കഴിഞ്ഞാൽ അഞ്ജലിക്ക് സഹിക്കാനായിട്ട് പറ്റത്തില്ല കേട്ടോ. ഇങ്ങനെ പറയും കേട്ടോ. ഇങ്ങനെ പറയുന്നതിന് അഞ്ജലിക്ക് അത് കേട്ടിട്ട് സഹിക്കാനായിട്ട് പറ്റുന്നില്ല. CSR അങ്ങോട്ടേക്ക് പോകും. അഞ്ജലി അതോർത്ത് പന്മേനെ ഓർത്ത് വിതുമ്പി നിൽക്കുകയാണ്. ആ വിതുമ്പി നിൽക്കുമ്പോഴത്തേനും ഒരു ആശ്വാസം എന്നോണം നമ്മുടെ അർജുന അടുത്തേക്ക് വരും. നമ്മുടെ അഞ്ജലിയുടെ തോളിനെ കൈ വെക്കുന്ന സീനോട് കൂടിയിട്ടാണ് ഇന്നത്തെ എപ്പിസോഡ് തീരുന്നത് കേട്ടോ. ഇതിനിടയിൽ ചില കാര്യങ്ങൾ കൂടിയുണ്ട്. ഇതിനിടയിൽ അഞ്ജലിയുടെ വീട്ടിൽ അച്ഛൻ കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതൊരു വലിയ ഇമ്പോർട്ടൻസ് തോന്നിയില്ല, അതാണ് ഞാൻ ആ കാര്യം പറയാത്തത്. അപ്പോൾ അവിടെ വെച്ച് അച്ഛൻ എല്ലാ കാര്യങ്ങളും എല്ലാവരെയും അറിയിച്ചിട്ടുണ്ട്. അവരെല്ലാവരും ഷോക്കിലുള്ളത്. ആര്യയൊക്കെ കിടന്ന് കരയാണ്, അതുപോലെ അമ്മയും കിടന്ന കരയാണ്. എല്ലാവരും കൂട്ടുകാരും എല്ലാവരും ഷോക്കിഡ് ആയിട്ടുള്ളൊരവസ്ഥയിലാണ്. എന്താണെങ്കിലും തകർന്ന് നിൽക്കുന്ന അഞ്ജലിയുടെ അടുത്ത് ആശ്വാസമായിട്ട് അർജുൻ നിൽക്കുകയാണ് കേട്ടോ. ഈ ഒരു സീനോട് കൂടിയിട്ടാണ് ഇന്നത്തെ എപ്പിസോഡ് തീരുന്നത്. എന്താണെങ്കിലും വളരെ നല്ലൊരു എപ്പിസോഡ് തന്നെയാണ്. ഞാൻ ശ്രദ്ധിക്കുന്ന ഒരു കാര്യം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ആഴ്ചയിൽ സംഭവം നമുക്ക് ഇഷ്ടപ്പെടാത്ത പല കാര്യങ്ങളുമാണ് സംഭവിക്കുന്നത് എങ്കിൽ പോലും നല്ല എപ്പിസോഡുകളാണ്. ശരിക്കും നമുക്ക് വളരെ ഡെപ്ത് തോന്നുന്ന സീനുകളാണ് കൂടുതലും തോന്നിയിട്ടുള്ളത് കേട്ടോ. ഇന്ന് കാണുന്ന സീനുകളാണെങ്കിലും നല്ല ഡെപ്ത് ഓരോ സീനുകൾക്ക് നമുക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. എന്താണെങ്കിലും ഇന്നത്തെ എപ്പിസോഡ് എല്ലാവരും കാണുക, സപ്പോർട്ട് ചെയ്യുക. രാത്രി നമ്മൾ പ്രോമോയുടെ വീഡിയോ ആയിട്ടൊക്കെ വരുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ആദ്യമായിട്ട് കാണുന്നവർ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്താൽ വളരെ ഉപകാരമായിരുന്നു കേട്ടോ. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ശുഭദിനം. ടേക്ക് കെയർ. ബൈ.